ഈശ്വരശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പിന്റെ 7ാം ദിനത്തിലാണ് നാം ഇന്ന്. നാളെ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളാണ്. ഈ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ നോമ്പിന്റെ ഈ ദിവസത്തിൽ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മൂലപാപം മടി അഥവാ അലസതയാണ്. അലസത പിശാചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. അത് നമ്മെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നിന്നും തടയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. ഒത്തിരി പേർക്ക് ലഭിക്കേണ്ട നന്മകൾ, നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട നന്മകൾ അത് തടസ്സമായി മാറുന്നു. അലസത നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രവണതയാണ്. ശരീരം വിശ്രമം കൊതിക്കുന്നതാണ് അതിൻ്റെ സ്വഭാവം. ശരീരം കൂടുതലായി വിശ്രമിക്കും തോറും നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ് ഇതിലെ കെണി. അതിന് പകരമായിട്ട് ഉത്സാഹത്തോടെ നാം പ്രവർത്തിക്കണം. നെറ്റിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കാൻ വേണ്ടി കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് വചനത്തിൽ നമുക്ക് ആഹ്വാനമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പദ്ധതികൾ പൂർത്തീകരിക്കാനായി അവിടുന്ന് നിശ്ചയിച്ചു വന്നിരിക്കുന്ന സ്വർഗീയമായ സൽപ്രവൃത്തികൾ, അവിടുത്തെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുക, അതിനുവേണ്ടി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുക, ഇത് സ്വർഗീയമായൊരു കൃപയാണ്. ഈ കൃപ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നത് നമുക്ക് ഓർക്കാം. എലിസബത്തിന്റെ അടുക്കിലേക്ക് തിടുക്കത്തിൽ ഓടുന്ന പരിശുദ്ധ അമ്മ അലസതയുടെ വക്താവല്ല, ഉത്സാഹത്തിന്റെ വക്താവാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ മാധ്യസ്ഥനെ യാചിക്കുന്ന പരിശുദ്ധ അമ്മ ഉത്സാഹത്തിന്റെ മാതൃകയാണ്. കുരിശുചൂട് വരെയും കൂടെ നടക്കുന്ന, ബലിയിൽ പങ്കെടുക്കുന്ന പരിശുദ്ധ അമ്മ ഉത്സാഹത്തിന്റെ തീഷ്ണതയുടെ അടയാളമാണ്. പരിശുദ്ധ അമ്മയുടെ സഹായം തേടി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളിലുള്ള അലസതയെ അമ്മ വേരോടെ പിഴുതുമാറ്റി അതിന് പകരമായി ഉത്സാഹം എന്ന അമ്മയിൽ വിളകി നിന്നിരുന്ന സ്വർഗീയ പുണ്യം ഞങ്ങളിൽ ഉണ്ടായി സമൃദ്ധമായി ഫലം ചൂടി സമൃദ്ധമായി വിളവെടുപ്പിന് ഭാഗമാകുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവേ മരിയ.